നമ്മുടെ കേടായ ടി വി ശരിയാക്കാൻ വേണ്ടിയിട്ട് സിതത്തോട്ടി കൊണ്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. ടി വി ശരിയായിട്ടുണ്ടെന്നുള്ള വിളി വന്നപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും മോനുചേട്ടനും കൂടെ വീണ്ടും സിതത്തോട്ടിന് പോവാണ്. ചിറ്റാറി ചെന്ന് നമ്മൾ നേരെ ഒരു ATM-ലോട്ട് കയറി ടി വി ശരിയാക്കി ചേട്ടന് പൈസ കൊടുക്കണ്ടേ. മോൻചേട്ടൻ വണ്ടി നിർത്തി എങ്ങോട്ടെങ്കിലും ഇറങ്ങിയ ഉടനെ പൊന്നൂസിനും കൂടെ പോകണം. അതുകൊണ്ട് എന്താ പപ്പായും മോളും കൂടെ ATM-ൽ പോയി. തിരിച്ചു വന്നത് വെറുതെ ആണെന്ന് മാത്രം. സംഭവം എന്താന്ന് വെച്ചാൽ പൈസ വല്ല ഉള്ള കാർഡ് ഇടേണ്ടതിന് പകരം എന്റെ കാർഡ് എടുത്തിട്ടിരിക്കുന്നു. അതിനകത്ത് ₹1 പോലും ഇല്ല. ധൃതിയിൽ ഈ പൊന്നൂസിനെ കൊണ്ട് ഇറങ്ങിപ്പോയപ്പോ കാർഡൊന്ന് മാറിപ്പോയി. പിന്നെ ശരിയായിട്ടുള്ള കാർഡ് ഇട്ട് പൈസ എടുത്തോണ്ട് വന്നു. ആ നേരം കൊണ്ട് പൊന്നൂസ് വണ്ടി ഓടിക്കാൻ നോക്കുവാണ്. അങ്ങനെ നമ്മളിത് ആ ടി വി ശരിയാക്കി ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ചേട്ടനാണ് കേട്ടോ നമ്മളെ നോക്കി അവിടെ നിന്നത്. വണ്ടി നിർത്തി ടി വി എടുക്കാൻ പോയ മോനു ചേട്ടന്റെ പുറകെ പൊന്നൂസ് വീണ്ടും ചാടി. അതുകൊണ്ട് ആ ടി വി നന്നാക്കിയ ചേട്ടനാണ് കേട്ടോ നമുക്ക് ടി വി കൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് തന്നത്. ടി വി ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. റിമോട്ട് ഇല്ല. ഉള്ള റിമോട്ട് നമ്മുടെ പൊന്നൂസ് എപ്പോഴേ എടുത്ത് കളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ആദ്യം അപ്പനും മോളും കടയിൽ പോയി, പിന്നാലെ ഞാനും പോയി. റിമോട്ട് വാങ്ങിക്കുന്നതിനിടയ്ക്ക് ഈ കുഞ്ഞു കുഞ്ഞു സ്ലൈഡ് കണ്ടിട്ട് ഒരു രസം തോന്നിട്ട് ഞാൻ അതും വാങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി ടി വി ഒക്കെ സെറ്റ് ചെയ്തു. ഓൺ ആക്കിയപ്പോഴാണ് ആ സത്യം മനസ്സിലായത്, സിഗ്നൽ ഇല്ല. ഉടനെ തന്നെ മോനു ചേട്ടൻ ടി വി നന്നാക്കുന്ന ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആ ചേട്ടൻ പറയാ ഡിഷിന്റെ മേളോട്ട് നിൽക്കുന്ന മരത്തിന്റെ ചില്ലയൊക്കെ വെട്ടിക്കളയാ. ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഇതേ ചേട്ടൻ തന്നെ നമുക്ക് ഇതേ പ്രശ്നം മുമ്പ് പരിഹരിച്ചു തന്നിട്ടുള്ളത് കൊണ്ടാണ്. സംഭവം ശരിയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടിവിയിൽ സിഗ്നൽ വന്നു.